സുന്നത്ത് ജമാഅത്തിനെതിരെ ശത്രുക്കൾ ആഞ്ഞടിക്കുന്നുണ്ട്. ഗൗരവത്തോടെ സധൈര്യം മുന്നോട്ട് പോകാനുള്ള ഉറച്ച കാൽവപ്പുകൾ സമുദായത്തിന് കൂടുതൽ ആവശ്യമുള്ള കാലഘട്ടമോ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൽ നിർമ്മിക്കാൻ പറ്റുന്നവര് അടുത്തു നിൽക്കുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഖമറുൽ കല്ലെറിഞ്ഞവരുണ്ടാകാം, ഖമറുൽ കളിയാക്കിയവരുണ്ടാവാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഓർത്തു പോവുകയാണ്, എന്റെ അനുഭവം തന്നെ ഞാൻ ഓർത്തു പോവുകയാ. കാസർഗോഡ് ജില്ലയിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാവില കടപ്പുറത്തൊരു പ്രഭാഷണം ഉണ്ടായിരുന്നു. മഹാനായ ഖമറുൽ ഉസ്താദ് ഉദ്ഘാടനം, ഈ വിനീതൻ മുഖ്യ പ്രഭാഷണം. ഉസ്താദ് അവர்கள் അടുത്തിരിക്കാൻ ഭാഗ്യം കിട്ടിയ വളരെ അസുലഭ സന്ദർഭങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സമയമായിരുന്നു. എന്താണായി തമ്മരാനും എന്താണ് ഇത്രയും നാൾ ഞാൻ മനസ്സിൽ സൂക്ഷിച്ച് പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ പങ്കുവെക്കുവാനും കാരണമെന്നറിയുവോ സഹോദരങ്ങള്? ഒന്നാലോചിക്കണേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഉസ്താദിനറിയാം, അവിടെയുള്ളവർ പരിചയപ്പെടുത്തിയല്ലാതെയും അറിയാം. പ്രഭാഷണം ധാരാളമായി ഞങ്ങളുടെ ഭാഗത്തൊക്കെ വരുന്നുണ്ട് പ്രഭാഷണം നടത്താനെന്ന് പറഞ്ഞു. ഒന്നാലോചിക്കണേ, ഖമറുൽ ഉസ്താദിനെ ഒരുപാട് ആളുകൾ കളിയാക്കുന്നുണ്ട്, വേദനിപ്പിക്കുന്നുണ്ട്, കുത്തി നോവിപ്പിക്കുന്നുണ്ട്. വേണമെങ്കിൽ എന്നോട് പറയാ, ചെറിയ നിലക്കുള്ള മറുപടിയൊക്കെ കൊടുത്തോ മോനെ? എന്നെ കളിയാക്കുന്നവർക്ക് ചെറിയ നിലക്കുള്ള അനുവദിച്ച മറുപടി കൊടുത്തോ? ഇല്ല. ഖമറുൽ ഉസ്താദ് പറഞ്ഞില്ല. എന്റെ കൈ പിടിച്ചിട്ട് തോളിൽ തട്ടിയിട്ട് ദ്വാരന്നിട്ട് വിനീതരായ എന്നോട് പറയുകയാ, പൊന്നുമോനെ, പറയുന്നവരെന്തും പറയട്ടെ, പറച്ചിൽ കേൾക്കുമ്പോൾ നമുക്ക് ആവേശം കൂടി അവരെ എതിർത്തൊന്നും പറയാൻ പോവല്ലേ. അള്ളാഹു അവർക്ക് പുറത്തു കെടുക്കട്ടെ. മോൻ ഒരുപാട് സദസ്സ് കിട്ടുമ്പോൾ ദീനിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കണം, ഹബീബിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കണം. അതിലുപരി സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ തന്ത്രപൂർവ്വം പറയാൻ പറ്റുന്നിടത്തൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞ് ഒരു വേദനയും മറ്റുള്ളവർക്കുണ്ടാകരുതെയും ആഗ്രഹിച്ച സമുന്നതമായ വ്യക്തിയാ. തളർത്താൻ കഴിയില്ല ചെറുപ്പക്കാരാ. ഹബീബായ പ്രവാചകന്റെ മാർഗമാവലംബിച്ചിട്ടുള്ളത് തളർത്താൻ കഴിയില്ല. എല്ലാ അമ്പുകളും തീർന്ന്, ആവനാടിയിലുള്ള മുഴുവൻ അമ്പുകളും തീർന്ന് ഇനി എന്ത് വേണമെന്ന് ഭ്രാന്തന്മാരായി നടക്കുന്ന ആളുകള് ഖമറുൽ ഉലമയെ തുരത്താനും ഖമറുൽ ഉലമയെ തളർത്താനുമുള്ള 1000 നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. കാരണം മൗലിയാക്കന്മാരുടെ പിന്തുണയുള്ള നേതാവാ, സാലിഹീങ്ങളുടെ ആശീർവാദമുള്ള നേതാവാ. കുടുംബത്തെ പോറ്റാൻ ഒരു നടക്കുന്നവരല്ല. ഖമറുൽ ഉലമയ്ക്ക് പ്രാർത്ഥിക്കാൻ ആയിരക്കണക്കിന് 10,000-കണക്കിന് ഉമ്മ മരണപ്പെട്ടുപോയ പ്രിയപ്പെട്ട യതീമുകളുണ്ട് സഹോദരങ്ങള്. ചങ്ക് പറിച്ചു കൊടുക്കാൻ കരുത്തുറ്റ ഒരുപാട് അനുയായികളുണ്ട് സഹോദരങ്ങള്. പാതിരാവിൽ അവിടുത്തെ കരങ്ങൾക്ക് ശക്തി പകരണയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരുപാട് സാദാത്യങ്ങളുണ്ട് സഹോദരങ്ങള്. ഒരുപാട് പണ്ഡിതന്മാരുണ്ട് സഹോദരങ്ങള്. റബ്ബിന്റെ അടുക്കൽ സ്ഥാനം കിട്ടുന്നതിന് ഇത്രയും മതിയല്ലോ. അതുകൊണ്ട് അംഗീകാരങ്ങളോടെ അഹ്ലുസുന്നയുടെ അജയ്യ നായകനായി ആഗോളതലത്തിൽ കയ്യപ്പോടെ കടന്നു വരുമ്പോ കളിയാക്കി ചിരിച്ച സ്വന്തം മുഖങ്ങളിൽ നിങ്ങൾ കരിവാരിത്തേക്കരുത്. നിങ്ങൾ അനുയായികളാകണമെന്ന് പറയുന്നില്ല, ഖമറുൽ ഉലമയുടെ വാക്കുകൾ ഏറ്റെടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. സ്വന്തം അമലുകളെങ്കിലും ഒന്ന് കാക്കരുത്. പരലോകത്തിൽ ചെല്ലുമ്പോൾ 0 പോയിന്റുമായിട്ട് നിൽക്കല്ലേ. ഖമറുൽ ഉലമയ്ക്കൊന്നും വരാനില്ല, അവിടുത്തെ സ്നേഹിക്കുന്നവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. ഒരണിമണിത്തൂക്കം നന്മ ചെയ്തുവോ പരലോകത്ത് കിട്ടും, ഒരണിമണിത്തൂക്കം തിന്മയാണോ പരലോകത്ത് കിട്ടും. മറന്നു പോകണ്ട. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഖമറുൽ ഉലമ ഉസ്താദിന് വേണ്ടി ദുആരക്കണം. അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ, അല്ലാഹു ഇസ്സത്തും ഹിമ്മത്തും ഹിഫ്ളും ഹിമായത്തും റിഫ്അത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവനെ, അടുത്ത് വഫാത്തായി പോയ മഹാനായ താജുൽ ഉലമ ആരാണ് മക്കളെ? താജുൽ ഉലമ. താജുൽ ഉലമയുടെ പവർ അറിയുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? താജുൽ ഉലമ ആരാണെന്നറിയുവോ? ഒരുപാട് കറാമത്തുകളുള്ള മനുഷ്യരാ സഹോദരങ്ങളെ. കേവലം ഒരു സയ്യിദല്ല സഹോദരങ്ങളെ. പാണ്ഡിത്യത്തിന്റെ നിറകുടമാ, സൂക്ഷ്മതയുടെ നിറകുടമാ മഹാനായ താജുൽ ഉലമ തങ്ങളെ കുറിച്ച് ഞാൻ പറയുമ്പോ എന്റെ അനുഭവത്തെക്കാൾ വലിയ അനുഭവം എനിക്ക് പറയാൻ പറ്റൂലല്ലോ. കാസർഗോഡ് ഭാഗത്ത് പയ്യങ്കി എന്ന് പറയുന്ന ഭാഗത്ത് ചെറുവത്തൂരിനടുത്തൊരു പ്രഭാഷണത്തിൽ 2 ദിവസം പ്രഭാഷണം ഉണ്ടായിരുന്നു.
പോയിരുന്നു. അവിടെ പ്രഭാഷണത്തിന് പോയപ്പോൾ എനിക്ക് ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹമുണ്ട്. മഹാനായ താജുൽ ഉലമയുടെ കൈപിടിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒന്ന് സ്വകാര്യമായി സംസാരിക്കാനുള്ള ആഗ്രഹം ഞാൻ ഒരുപാട് കാലം മനസ്സിൽ വെച്ചു. അൽഹംദുലില്ലാഹ് ഈ ആഗ്രഹം അവർ കണ്ടോ ഇല്ലേ എനിക്കറിയില്ല. ഒന്നാമത്തെ ദിവസത്തെ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ എന്റെ ആഗ്രഹം ഞാൻ അവരോട് പറയണമെന്ന് എനിക്ക് തോന്നി. പക്ഷേ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവോ? കാരണം കർണാടക സ്റ്റേറ്റിലേക്ക് ഉള്ളാളത്തേക്ക് വണ്ടി പോകാൻ സമയമെടുക്കും. ഒരുപാട് ഓടാനുണ്ട്. ചെറുപ്പക്കാർ രാത്രിയത്തെ പരിപാടി കഴിഞ്ഞ് ക്ഷീണിതരാ. എനിക്ക് ക്ഷീണം മാറ്റാനുള്ള നല്ല അവസരവും തന്നിട്ടുണ്ട്. പക്ഷേ സുബഹി കഴിഞ്ഞപ്പോൾ അതിലൊരു ചെറുപ്പക്കാരൻ വണ്ടി കൊണ്ടിട്ടിട്ട് എന്നോട് പറയുകയാ, ഉസ്താദേ നമുക്കൊന്ന് താജുൽ ഉലമയെ കാണാൻ പോയാലോ? അൽഹംദുലില്ലാഹ് എന്നാ ഞാൻ ആദ്യം പറഞ്ഞത്. കടന്നുപോയി, വണ്ടിയിൽ കയറി കടന്നുപോയി. താജുൽ ഉലമയുടെ പ്രകാശമുള്ള മുഖം കാണാൻ ഭാഗ്യം കിട്ടി. താജുൽ ഉലമയെ കാണാൻ ഭാഗ്യം കിട്ടി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ആലോചിക്കണേ. താജുൽ ഉലമയുടെ പരിസരത്തെത്തിയപ്പോൾ ഒരുപാട് ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് അവിടുത്തെ അടുത്ത് ചെല്ലാനുള്ള ഭാഗ്യം കിട്ടി. ഞാൻ ചുരുക്കി പറയട്ടെ, എന്റെ തലയിലൊരു തട്ട് തന്നു. ആ തട്ടെന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തട്ടായിട്ട് ഞാൻ സ്വീകരിച്ചു. കാരണം അന്ന് അതാ ഒരു തട്ടോടുകൂടി ഞാൻ നടത്തിയൊരു പ്രഭാഷണം ഞാൻ അഹങ്കാരം പറയുകയല്ല. അന്നത്തെ ദിവസം ഞാൻ പ്രസംഗിച്ചതിനെ കുറിച്ച് എനിക്ക് പോലും പിന്നെ അതിനെ ഒന്ന് ആവർത്തിച്ചെടുക്കാൻ സാധ്യമല്ലാത്ത രൂപത്തിൽ ഞാൻ അനുഭവസ്ഥവനാ. കരങ്ങളുടെ പവർ ചില്ലറ പവറല്ല. അവിടുന്ന് ദ്വാരെന്നാൽ നമ്മളത്ര അനുഭവസ്ഥരാ. ഞാൻ തന്നെ ഒന്നിലധികം സദസ്സുകളിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. മഴയങ്ങ് മാറാൻ പറഞ്ഞപ്പോൾ മാറിയില്ലേ? ഇങ്ങനെയുള്ള കറാമത്ത് ലക്ഷങ്ങളുടെ മുമ്പിൽ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുള്ള തങ്ങന്മാർ, അവരുടെ ആശീർവാദമുള്ള സംഘടനയല്ലേ നമുക്ക് വേണ്ടത്. ആർക്കും വോട്ട് പിടിക്കാനല്ലല്ലോ, ആരുടെയും വോട്ട് കുറയ്ക്കാനല്ലല്ലോ, ആരെയും പരിഹസിക്കാനല്ലല്ലോ, ആരുടെ മേലും വാളൂങ്ങാനല്ലല്ലോ, തീവ്രവാദ ഭീകരവാദ വിചണ്ഡവാദ പ്രവർത്തനങ്ങൾക്കല്ലല്ലോ. ഇതൊന്നും ഈ ലോകത്ത് സമാധാനം തരൂല. മനുഷ്യന്റെ മാനവിക സൗഹാർദ്ദത്തിനാണ് ഈ ലോകത്ത് ഇപ്പോൾ സ്ഥാനമുള്ളത്. അതുകൊണ്ട് മനുഷ്യരെ മതം മറന്നൊന്നിക്ക, മനുഷ്യരെ സംഘടന മറന്നൊന്നിക്ക, മനുഷ്യരായിട്ടുള്ളവരെ ബലഹീനരുടെ നിരാലംബരുടെ പ്രയാസങ്ങൾ കൂട്ടായിട്ട് അതിനു വേണ്ടിയിട്ട് അശ്നർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ലോകത്തിന്റെ മുമ്പിൽ ആഹ്വാനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന മഹാനായ ഖമറുൽ ഉലമ, അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ഇസ്സത്ത് കൊടുക്കണേ അല്ലാഹ്. ഏതൊക്കെ കാട്ടാളന്മാരുടെ കരാളഹസ്തങ്ങൾ ഖമറുൽ ഉലമയുടെ നേരെ ഉയരുന്നുണ്ടോ, പടച്ചവരെ അവർക്ക് ഖമറുൽ ഉലമയെ മനസ്സിലാക്കി കൊടുക്കണേ അല്ലാഹ്. അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഖമറുൽ ഉലമയെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണേ അല്ലാഹ്. അവരോടുള്ള മഹബ്ബത്ത് അവരുടെ ഹൃദയത്തിൽ കൊടുക്കണേ അല്ലാഹ്. അവർ ചെയ്യുന്ന പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. പടച്ചവനെ അവരുടെ അമൽ നഷ്ടപ്പെട്ടു പോകുന്ന പ്രവർത്തനത്തിൽ നിന്നും പിന്മാറാൻ ആരുമാകട്ടെ, ഏത് പ്രസ്ഥാനവുമാകട്ടെ, എല്ലാവർക്കും നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറിയൊരു ദ്വാരം കൊണ്ട് സദസ്സ് പൂർത്തിയാക്കുക.